ഹുവാവയുടെ ഹുവാവെ മേറ്റ് പാഡ് പ്രോ 13.2 2025 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവെ മേറ്റ് പാഡ് പ്രോ 13.2 2025 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുവാവെ മേറ്റ് പാഡ് പ്രോ 13.2 2025 13.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 2.8K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2880x1920 ആണ്. പിന്നെ OLED പാനലാണ് ഇതിൽ വരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പല ടാബുകളിലും LCD ഡിസ്പ്ലേ ആണ് വരാറ്. പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 94% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. OLED പാനൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ടാബിന്റെ വെയിറ്റ് വരുന്നത് 580 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 5.5 mm ആണ്. പിന്നെ തേർഡ് ജനറേഷനിൽ വരുന്ന പെൻസിലിന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്ന് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ചെയ്ത് പ്രോസസ്സറാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. കിരീന്റെ ഒരു പ്രോസസ്സർ ആയിരിക്കും. കാരണം സ്നാപ്ഡ്രാഗണിന്റെയും മീഡിയടെക്കിന്റെ ഒന്നും പ്രോസസ്സർ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കിരീൻ 9100 അല്ലാന്നുണ്ടെങ്കിൽ കിരീൻ 9020 ഇതിലേതെങ്കിലും ഒരു പ്രോസസ്സറാണ് എന്നാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും അത്ര മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഒന്നുമില്ല വരുന്നത്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ ടാബിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ടാബ് പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D ഹീറ്റ് ഡിസിപ്പേഷൻ സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. പിന്നെ ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ആൻഡ്രോയിഡ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം തിരക്കില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. പക്ഷെ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ ഓക്കെയാണ്. ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നും അല്ല. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 10100 mAh ബാറ്ററി ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ USB 3.1 Gen 1 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 5199 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 60500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ്. പ്രോസസ്സർ അത്ര ബെസ്റ്റ് അല്ല എന്നേ ഉള്ളൂ. ബാക്കി ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. OLED ഡിസ്പ്ലേ ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. കാരണം ഹുവാവേയുടെ ഡിവൈസുകൾ ഇപ്പം കുറച്ചായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അധികം ലോഞ്ച് ചെയ്യാറില്ല. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഹുവാവേയുടെ ഹുവാവെ മേറ്റ് പാഡ് പ്രോ 13.2 2025 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.